നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇടവക്കൂറിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരത്തിന്റെ അരനക്ഷത്ര ജാതകരുടെ 2025 ഓഗസ്റ്റ് മാസം 17-ാം തീയതി മുതൽ സെപ്റ്റംബർ 16 വരെയുള്ള ചിങ്ങമാസ ഫലത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് രാശിചക്രത്തിൽ, അതായത് മേടം തുടങ്ങി മീനം വരെയുള്ള രാശിചക്രത്തിൽ രണ്ടാമത്തെ രാശിയായ ഇടവം രാശിയിലാണ് ഈ നക്ഷത്രക്കാർ ഉൾപ്പെട്ടിരിക്കുന്നത്. ആയതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് ഈ മാസം ഈശ്വരാനുഗ്രഹം പൂർണ്ണമായും ലഭിക്കുന്നതാണ്. സർവേശ്വരകാരകനായ വ്യാഴം കൂറിന്റെ രണ്ടാം രാശിയായ മിഥുനം രാശിയിൽ പ്രവേശിച്ചതോടുകൂടി ഈ നക്ഷത്ര ജാതകർക്ക് സർവേശ്വരകാരകനായ വ്യാഴഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിച്ചിരിക്കുകയാണ്. ജ്യോതിശാസ്ത്ര പ്രകാരം വ്യാഴത്തെ കൊണ്ട് മഹാവിഷ്ണുവിനെയാണ് ചിന്തിക്കേണ്ടത്. ആയതിനാൽ മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹം ലഭിക്കുകയും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും ഈ നക്ഷത്ര ജാതകക്കാർക്ക് ഈ ഒരു വർഷക്കാലം. ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ചിങ്ങമാസത്തിൽ ഒട്ടനവധി ഗുണാനുഭവങ്ങൾ വന്നു ഭവിക്കുവാൻ പോകുകയാണ്. അതിലാദ്യമായി ഈ നക്ഷത്ര ജാതകരുടെ കൂറിന്റെ 2-ൽ വ്യാഴൻ സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് കലാകാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നതാണ്. അതായത് അതിനോടൊപ്പം ശുക്രനും കൂടെ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വാദ്യോപകരണങ്ങൾ പഠിക്കുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. അതുപോലെ പ്രസംഗിക്കുന്നവർക്കും വളരെ ഉത്തമമായ കാലഘട്ടമാകുന്നു. സംഗീതം മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ കാലഘട്ടമാണ്. ഗാനമേള, ട്രൂപ്പ് മുതലായവ നടത്തുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ലാഭം വന്നു ഭവിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് ഈ മാസം. പൂർവികമായി നിലനിന്നിരുന്ന സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നത് വഴി പ്രതീക്ഷിക്കുന്നതിൽ കവിഞ്ഞ ധനവർദ്ധനവ് വന്നു ചേരുകയും കുടുംബത്തിൽ നിന്നും പലവിധ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വശത്താക്കുവാനുള്ള കഴിവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുകയും, അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മാർക്കറ്റിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ഒരു കാലഘട്ടമായിരിക്കും ഈ കാലഘട്ടം. അതുപോലെ ബിസിനസ്സുകൾ തുടങ്ങുവാനും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും പ്രതീക്ഷിച്ചതിൽ കവിഞ്ഞ ധനവർദ്ധനവ് ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു മാസം കൂടിയാണ് ചിങ്ങമാസം. മുമ്പുണ്ടായിരുന്ന ധനനഷ്ടങ്ങൾ നികത്തുവാനും ലോണുകൾ അടച്ചു തീർക്കുവാനും ഈ മാസത്തോടുകൂടി ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതാണ്. ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് പലവിധ ഗുണാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ്. തൊഴിലിൽ പുരോഗതി ഉണ്ടാകുകയും വർക്കുകൾ കൂടുതലായി ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. ചില പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനും വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്ത് പോകുവാനും അനുകൂലമായ കാലഘട്ടമാകുന്നു. റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ മേഖലയിൽ നിന്നും പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ലാഭം ലഭിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും ചിങ്ങം. ഗൃഹത്തിൽ അച്ഛനും അമ്മയ്ക്കും പലവിധയുള്ള രോഗദുരിതങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. ആയതിനാൽ അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാകുന്നു ചിങ്ങമാസ കാലഘട്ടം. മുൻപുണ്ടായിരുന്ന തൊഴിലുകളിൽ പലവിധ ക്ലേശാനുഭവങ്ങൾ നേരിട്ട് മറ്റൊരു തൊഴിലിൽ പ്രവേശിക്കേണ്ടതായ കാലഘട്ടവുമാകുന്നു ഈ കാലഘട്ടം. നിങ്ങൾ അടുത്ത് പ്രവേശിക്കുന്ന തൊഴിൽ നിങ്ങൾക്ക് വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കും. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ തുടങ്ങാതിരിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഉത്തമമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സുകൾ വേർപിരിയുവാനും സ്വന്തമായി ബിസിനസ്സുകൾ ആരംഭിക്കുവാനും അനുകൂലമായ ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. ഇടവിട്ട് ഉദരരോഗങ്ങൾ വന്നു ഭവിക്കുകയും എന്നാൽ നയന രോഗങ്ങൾക്ക് ശമനമുണ്ടാകും. കുറെ കാലമായി മനസ്സിൽ ആഗ്രഹിച്ചു കൊണ്ടിരുന്ന
വസ്തുക്കൾ വാങ്ങുവാൻ കഴിയുകയും രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ ഉയർന്ന പദവികൾ ലഭിക്കുവാനും അനുകൂലമായ കാലഘട്ടം തന്നെയാണ് ചിങ്ങമാസ കാലഘട്ടം. ഒരു ദേശം വിട്ട് മറ്റൊരു ദേശത്ത് പോകേണ്ടതായ അവസ്ഥയും ഈ നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകും. ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിലിൽ സ്ഥാനക്കയറ്റം ലഭിക്കുകയും പലവിധ അംഗീകാരങ്ങൾ വാങ്ങിയെടുക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയാകുന്നു ഈ കാലഘട്ടം. അതുപോലെ ഈ നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായ വ്യാഴം 2-ൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും കൃഷ്ണക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണുവിന് വിഷ്ണു സഹസ്രനാമാർച്ചന നടത്തുന്നതും ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും വളരെ അനുകൂലമായ ഫലം ഉണ്ടാക്കുന്നതാണ്. ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ പറയുന്ന വഴിപാടുകൾ ചെയ്താൽ വളരെ എളുപ്പത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. തീർച്ചയായും എല്ലാവർക്കും നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.